ഇതുപോലൊരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു തീം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അല്ല, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളത് ഏതാണോ അത് ഞങ്ങൾ എന്തായാലും തിരഞ്ഞെടുക്കും. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലോത്സവങ്ങളിൽ ഈ അറബിക് വിഷയങ്ങൾക്കും അല്ലെങ്കിൽ അറബിക് കലാപ്രകടനങ്ങൾക്കും ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് അറബിക് നാടകത്തിൽ എ ഗ്രേഡ് നേടിയ ഒരു ടീമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ കുട്ടികൾ സ്വയം പരിചയപ്പെടുത്തട്ടെ അവരെവിടെ നിന്നാണെന്നും അവരാരൊക്കെയാണെന്നും. എവിടെ നിന്നാണ് മക്കൾ വരുന്നത്? കൊല്ലം HS പാവുമ്പ. നിങ്ങളൊക്കെ നാടകത്തിലെ നടീനടന്മാരാണ് അല്ലേ? എങ്ങനെയുണ്ടായി നാടകം? കൊള്ളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ? ഇത്രയൊക്കെ ഉള്ളൂ? അടിച്ചു പൊളിച്ചു, കിടിലായിരുന്നു. അടിച്ചു പൊളിച്ചു, കിടിലായിരുന്നു. വേറെ നാടകം നിങ്ങൾ എങ്ങനെയാ കലക്കി അടിച്ചു പൊളിക്കുക? തിമിർക്ക് എങ്ങനെയാ നാടകം? അഭിനയത്തിലൂടെ ഞങ്ങൾ പ്രകടിപ്പിച്ചു എല്ലാം. ഞങ്ങൾ അഭിനയിച്ച് തകർത്തു. ഇതാരാ? ഹാജിയാരാണ് പ്രധാന ക്യാരക്ടർ. എന്താ ഇദ്ദേഹത്തിന്റെ റോൾ ഇതില്? ഹാജിയാർ എന്ന് പറയുന്നത് മണവാട്ടിയുടെ വാപ്പ എന്ന് പറയുന്ന പണക്കാരനായ ഒരു ആൾ, അദ്ദേഹത്തിനെയാണ് അവിടെ ഹാജിയാർ എന്ന് പറയുന്നത്. ശരിക്കും അപ്പോൾ ഈ നാടകത്തിന്റെ തീം എന്താ ശരിക്കും? ഫുഡില്ല വന്ന്, അതായത് വേറൊരു മൂസ ഹാജി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ 50 ഒട്ടകത്തിനെ അറുത്തപ്പോൾ ഞാൻ 40 ആടിനെ അറുത്തത്. അത് ബാക്കി വന്ന ബിരിയാണി കുടിച്ചിടാൻ വന്ന ബംഗാളി അവൻ്റെ അനിയത്തി വിശന്നിട്ടാ മരിച്ചതെന്ന് പറഞ്ഞ്, അതാണ് സ്റ്റോറി. ചോദിക്കട്ടെ, എന്താണ് ഇങ്ങനെ ഒരു തീം എടുക്കാൻ കാരണം? ഞങ്ങളുടെ സാറാണ് എടുത്തത്. ഉള്ളൊരു തീമാണിത്. നമുക്കിപ്പോൾ എല്ലാവരും എടുക്കുന്ന യുദ്ധം, പക്ഷെ അത് കുറച്ചാലും കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് യുദ്ധം ഇല്ലെങ്കിൽ പിന്നെ ആ യുദ്ധത്തിന് പ്രസക്തി ഇല്ല. പക്ഷേ ഈ ഒരു ഫുഡ് വേസ്റ്റ് ആക്കണമെന്ന് പറയുന്നത് ഏതൊരു ടൈമിലും പ്രസക്തിയുള്ളൊരു വിഷയമാണ്. സോ ഞങ്ങളിത് ഈ യുദ്ധം ഇന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന, നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടോ? പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏതൊക്കെയാണ്? ഇപ്പോൾ തന്നെ ഫലസ്തീൻ്റെ യുദ്ധം, അത് പിന്നെ മെയിൻ വിഷയമാണ് പട്ടിണി. അതിനെപ്പറ്റി തന്നെ എടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ആ ഒരു കണ്ടന്റ് ചൂസ് ചെയ്ത്. ഈ പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫലസ്തീനിൽ എത്ര കുട്ടികളാണല്ലേ പട്ടിണി കിടന്ന് മരിക്കുന്ന യുദ്ധമൊക്കെ മൂലം, അവരൊക്കെ നിങ്ങൾ മനസ്സിലോർത്തായിരുന്നോ? അതെ, ഒരുപാട് ഓർത്തു. ഈ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു ഓരോ സീനുകളും വിശപ്പിനെ കുറിച്ച് ഓർത്തു നല്ല നമ്മൾ ക്യാരക്ടറിലേക്ക് പൂർണ്ണമായിട്ടും പോകും. ഫലസ്തീൻ വിഷയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു അനുരഞ്ജനം വേണം, അതിനൊരു എൻഡ് വേണം എന്ന് വിചാരിക്കുന്നവരല്ലേ നിങ്ങളെല്ലാവരും? അതെ. ഇനി ചോദിക്കട്ടെ, മറ്റൊരു തീം കൂടി ഇപ്പോൾ അടുത്ത കലോത്സവത്തിനൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഇതുപോലൊരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു തീം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അല്ല, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളത് ഏതാണോ അത് ഞങ്ങൾ എന്തായാലും തിരഞ്ഞെടുക്കും. ഇപ്പോൾ കണ്ടോ പ്രേക്ഷകരെ, അതായത് നമ്മുടെ കുട്ടികൾ നമ്മൾ പറയാറുണ്ട് ജെൻസികൾ അത്ര പൊളിറ്റിക്കൽ അല്ലാത്തവരാണെന്നൊക്കെ, പക്ഷേ അവർ കൃത്യമായി നമുക്ക് ചുറ്റും നടക്കുന്നതെല്ലാം പിന്തുടരുന്നുണ്ട്, അവരത് ആഴത്തിൽ അറിയുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രമേയങ്ങളുമാണ് അവർ തങ്ങളുടെ കലാപ്രകടനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഇവർ എൻ്റെ ഒപ്പം ഉള്ളത് അറബിക് നാടകത്തിൽ എ ഗ്രേഡ് നേടിയ കൊല്ലം ജില്ലയിൽ നിന്നുള്ള മിടുക്കന്മാരാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, ഇത്രയും കുട്ടികളൊക്കെ, അതായത് നമ്മുടെ മുൻപിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം അറിയുന്ന കുട്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കലോത്സവ വേദിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് കർലായിക്കൊപ്പം GR വെങ്കടേശ്വരൻ ഇൻ റിപ്പോർട്ടർ.